കെ ഉണ്ണികൃഷ്ണൻ മാവൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അഡ്വാർഡ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴേ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മുഖം കാണുമ്പോഴേ അറിയാം, രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, വർഷങ്ങളോളം കൽപ്പള്ളിയിൽ വിജയിച്ചുകൊണ്ടിരുന്നത് UDF സാരഥിയായിരുന്നു. അവിടെയാണ് ഒരു അട്ടിമറി വിജയം എന്നുള്ള നിലക്ക് CPM പ്രവർത്തകനായിരുന്ന ഉണ്ണികൃഷ്ണൻ നിയോഗിക്കുന്നത്. അവിടെ ആ ഒരു വിജയം കരസ്ഥമാക്കി. ശേഷം ചെറിയ രീതിയിൽ ഒരു വിവാദത്തിലേക്ക് ഇടപെട്ടു. വിവാദത്തിൽ പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഇപ്പം വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അന്ന് കൽപ്പള്ളി UDF നിന്നും LDF വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി LDF പിടിച്ചെടുക്കാൻ വേണ്ടി പോയ അതേ ഉണ്ണികൃഷ്ണൻ ഇന്ന് 9ാം വാർഡായിരിക്കുന്ന അഡ്വാർഡ് കാലങ്ങളായി ഇപ്പോൾ LDF കയ്യിലാണുള്ളത്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി UDF സാരഥിയായിട്ടാണ് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ അവിടേക്ക് വന്നിട്ടുള്ളത്. ഇതിലെനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, UDF ഇപ്പോൾ വന്ന ഒരു സംഘടനയാണ് കേരള പ്രവാസി അസോസിയേഷൻ. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ LDF നിന്നും മാറി UDF വന്നു എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഘടനയിലേക്ക് കയറി വന്നത്? ഇവിടെ സംസ്ഥാന രാജ്യത്തിനാകമാനം ഇപ്പൊ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് കേരള പ്രവാസി അസോസിയേഷൻ. അപ്പൊ നമ്മളെ ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുമ്പോഴും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നതും ഏത് മേഖല കൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കേരള പ്രവാസി അസോസിയേഷൻ എന്ന രീതിയിലേക്ക് ആ അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് പോകാനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് നമ്മളെ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ വന്നിട്ടുള്ള ചെറിയൊരു വിവാദം, ആ വിവാദം തന്നെ പാർട്ടിക്കകത്ത് അവര് തന്നെ വലിയ രീതിയിലേക്ക് ഒരു സംവിധാനം കൊണ്ടുവന്ന് നമ്മളെ പേരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വരികയും അതിന്റെ ഭാഗമായിട്ട് എനിക്കും എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ, എൻ്റെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാനസികമായി വളരെ എന്താ പറയാ മാനസികമായിട്ട് തളർന്നു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പാർട്ടി വിട്ട് വരേണ്ട ഒരു സാധ്യത ഉണ്ട്. അപ്പൊ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിവാദം സൃഷ്ടിച്ചവർക്കും മനസ്സിലായി ഞാൻ തന്നെയാണ് ശരി എന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇടതുപക്ഷം വിട്ട് UDF വന്ന് UDF വന്നത് കേരള പ്രവാസി അസോസിയേഷനിലേക്ക് വന്ന് ഒരു UDF ഘടകകക്ഷി എന്ന രീതിയിലേക്ക് നമുക്ക് 2 സീറ്റ് തരികയും ആ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡിലേക്ക് മത്സരിക്കപ്പെടുകയാണ്. ഉണ്ണികൃഷ്ണൻ എന്താണ് ജോലി? ഉണ്ണികൃഷ്ണൻ സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഇപ്പൊ കാര്യമായിട്ട് ഒരു സാധാരണ ഒരു ജനങ്ങൾ കൂടെ അതായത് ഒരു കോളനി കൂടെ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ പ്രത്യേകിച്ച് ജോലി എന്നാണെങ്കിൽ ജനങ്ങളെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഉണ്ണികൃഷ്ണൻ വിജയിച്ചു കഴിഞ്ഞാൽ മുഴുസമയ രാഷ്ട്രീയ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോയാൽ ഈ ഓണറേറിയം കിട്ടുന്ന 8,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അത് ഞങ്ങളിപ്പോ 10 വർഷമായി ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ജനപ്രതിനിധിയാണ് മാവൂരിനകത്ത്. എന്റെ ദൈനംദിന ജീവിതത്തോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് ചെറിയൊരു കുടുംബമാണ്. കുടുംബത്തിനെ വളർത്തുന്നവരെ നോക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പൊതുജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ 2 തവണ ഞാൻ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനു മുമ്പ് അഡ്വാർഡായിരുന്നു. 2005 മുതൽ 2010 വരെ 2015 മുതൽ 20 വരെ. അത് 9ാം വാർഡിനകത്ത് ഞാൻ ജനപ്രതിനിധി. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ കൽപ്പള്ളി മത്സരിച്ച് അവിടെ ജയിച്ചു. അവിടെ നേരത്തെ പറഞ്ഞല്ലോ UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു വാർഡ് ഒരു അട്ടിമറി ജയം നേടിയിട്ടാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ വീണ്ടും മത്സരിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് നമ്മള് ദൈനംദിന ജീവിതത്തിന് നമുക്ക് 8,000 രൂപ കൊണ്ട് നമ്മുടെ കുടുംബജീവിതം പുലർത്താൻ പറ്റുന്നതാണ്. കുടുംബജീവിതം പുലർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 8,000-ന് പകരം നമ്മൾ ചെറിയ ചെറിയ തൊഴിൽ, ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, മറ്റു മേഖലകളിൽ പോയിട്ട് ആംബുലൻസിലെ ഡ്രൈവറായിട്ട് ഉൾപ്പെടെ പോകുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ഓണറേറിയം കൊണ്ട് ജീവിതം സന്തോഷത്തോടെ പോകുക എന്നതാണ്. അപ്പൊ നിങ്ങളുടെ സാധാ ജോലിയും അതോടൊപ്പം ഈ ഒരു മെമ്പർ എന്നുള്ള സേവനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് കഴിയുന്നതാണ് പറയുന്നത്? തീർച്ചയായും കഴിയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മള് ജനങ്ങളാണ് നമ്മളെ. കേരള പ്രവാസി അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പരാജയപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ 5 വർഷം എന്തായിരിക്കും ചെയ്യുക? കേരള പ്രവാസി അസോസിയേഷൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാത്രം രൂപീകരിച്ച സംഘടന. ഇത് പറഞ്ഞില്ല, കേരള പ്രവാസി അസോസിയേഷൻ ആണെങ്കിൽ രൂപീകരിക്കപ്പെട്ടു 2002 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം UDF ഘടകകക്ഷിയായി
അതോടൊപ്പം തന്നെ ഇതിന്റെ 14 ജില്ലക്കകത്തും ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റികളുള്ള ഒരു പാർട്ടിയാണ്. ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ, ഏതായാലും ഒരാളെ വിജയിക്കുള്ളൂ. ആ. ആ വിജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ അല്ല, ചോദിക്കുന്നത്. പരാജയം എന്ന സംവിധാനം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി വിശദമാക്കി പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ പിന്നീട് 9ാം വാർഡിലേക്ക് നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി വരികയാണ്. ഏതൊക്കെ അർത്ഥത്തിലുള്ള ഹോംവർക്കാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് പരിചയമുള്ള നാട്ടുകാരാണ് അവിടെ. എന്നെ ആരും എന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ഉണ്ണികൃഷ്ണനെ ആ വാർഡിനകത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഒന്നാമത് ഞാൻ ആ വാർഡിനകത്താണ് ജനിച്ച് വളർന്നത്. പിന്നെ കൂടാതെ 5 വർഷം അവിടെ ജനപ്രതിനിധി ആയിട്ടുള്ള ആളാണ്. ഉണ്ണികൃഷ്ണൻ എന്നത് ഒരാളും പരിചയപ്പെടുത്തേണ്ടതില്ല. എനിക്കൊന്നിനും കൃത്യമായ പ്രചരണം പോലും വേണ്ട. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആ പൊതുജനങ്ങൾ ഏറ്റെടുത്തുള്ള നേരത്തെ ആ വാർഡില് മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. 5 വർഷം ഞാൻ അവിടെ ജനപ്രതിനിധിയായിരുന്നു. പിന്നെയാണ് കൽപ്പള്ളിയിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷമാണ് വീണ്ടും ആ വാർഡിലേക്ക് മറ്റൊരു മുന്നണി കടന്നു വരുന്നത്. എനിക്ക് അവിടുത്തെ പൊതുജനങ്ങള് രാഷ്ട്രീയ ഭേദമന്യേ LDF ആണെങ്കിലും UDF ആണെങ്കിലും രാഷ്ട്രീയ ഭേദം അന്ന് വിജയിച്ച സമയത്ത് ആ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? അവിടെ ഏറ്റവും കൂടുതൽ വികസനം ഞാൻ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഞാൻ ഈ മീഡിയക്ക് വേണ്ടി മാത്രം പറയുന്നില്ല, അവിടുത്തെ പൊതുജനങ്ങളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വികസനം ആ നാടിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ജനപ്രതിനിധി ആ കോളനിക്കകത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും, ആ കോളനിക്കകത്തേക്ക് വേണ്ടിയുള്ള കോളനി ആണെങ്കിലും മറ്റുള്ള പൊതുസമൂഹങ്ങളെയും ഗുണഭോക്തൃ കോളനിയിലേക്ക് എന്ത് ചെയ്തു എന്ന് പറയാം. കോളനിയിലേക്ക് പറഞ്ഞാൽ നമ്മളെ റോഡ് സൗകര്യങ്ങൾ ഇല്ലാത്ത മല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു 10 ഉന്നതിയിലേക്ക് കയറി പോകാൻ ഒരു റോഡ് സൗകര്യങ്ങളില്ലേന്. അടിപാട് കോട്ടക്കുന്ന് കോളനിയിലേക്ക് അകത്തിറങ്ങണമെങ്കിൽ റോഡ് പോലും ഇല്ലേ. കോളനി എന്ന് പറയാൻ പറ്റില്ല, സംഘത്തിലേക്ക് കയറി പോകാൻ ഒരു റോഡ് പോലും ഇല്ലായിരുന്നു. ആ റോഡ് പോകാനില്ലാത്ത ഒരു മാർഗം, അതായത് ഇപ്പം കരിന്തണ്ടൻ വയനാട് കണ്ടുപിടിച്ചതുപോലെ ഒരു ചെറിയ ഊടുവഴി അത് റോഡാക്കി മാറ്റി ഏറ്റവും വലിയ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള വികസനത്തിന്റെ ഒന്നാമത്തെ ധാരണ കോളനിയിലേക്ക്. പിന്നെ ആണെങ്കിൽ നമ്മളെ അവിടേക്ക് ഈ റോഡ് സൗകര്യങ്ങളില്ലാത്ത പല മേഖലയിലേക്ക് റോഡ് അവിടെ ആണെങ്കിൽ റോഡുകള് ഊടുവഴികള് 4-5 ഫുട്ടുകൾ. കഴിഞ്ഞ 5 വർഷം അവിടെ LDF ആണ്. നിങ്ങളും നേരത്തെ വന്ന LDF ആണ്. ഇനിയിപ്പോ LDF ചെയ്യാത്ത എന്തൊക്കെ സംഗതികളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? മാത്രമല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ 9ാം വാർഡിലേക്ക് മത്സരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ടോ? സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ട് പറഞ്ഞെങ്കിൽ ജനങ്ങളുടെ ഒരു പൾസ് ഉണ്ടാവല്ലോ. പൾസ് ആണെങ്കിൽ ആ പ്രദേശത്തിന് നമ്മളിപ്പോ ഒന്നാം റൗണ്ട് എനിക്ക് ജനങ്ങളുടെ പൾസ് അല്ല, ഞാൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട പ്രത്യേകം കേരള പ്രവാസി അസോസിയേഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ ആ വാർഡിനകത്ത് നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ബുക്ക് അടിച്ചിട്ടുണ്ട്. ആ ബുക്കിനകത്ത് കൃത്യമായി പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന വാർഡിനകത്ത് ഒരു KPAയുടെ ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് വേണ്ട PSC സൗജന്യ കോച്ചിങ് ക്ലാസ് ഉൾപ്പെടെയുള്ള സെന്ററുകൾ, അതുപോലെ തന്നെ ഒരു ഹെൽത്ത് സെന്ററുകൾ, ഹെൽത്ത് ആണെങ്കിൽ ഇവര് പഞ്ചായത്തും ജില്ലാ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഗ്രൗണ്ടുകൾ, അതായത് ടർഫ് പോലുള്ള ഗ്രൗണ്ടുകൾ ആ പ്രദേശത്തിനകത്താണെങ്കിൽ യുവതി-യുവാക്കൾ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ കായിക മേഖലയെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. അവർ ഗ്രൗണ്ട് ആണ് മറ്റു കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് പോയിട്ടാണ് ഗ്രൗണ്ടുകൾ എത്തുക. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായ സ്ഥലം കേരള പ്രവാസി അസോസിയേഷൻ തന്നെ ഏറ്റെടുത്തിട്ട് അവരുടെ CRS ഫണ്ട് ഉപയോഗപ്പെടുത്തി തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സങ്കേതങ്ങൾ, ഞങ്ങൾ വാർഡ് വിഭജനം നടന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് വിഭജനത്തിന് ശേഷം ഞങ്ങളെ വാർഡിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സങ്കേതമാണ് പള്ളിത്തൊടി സങ്കേതം. കോളനിയാണ് പള്ളിത്തൊടി സങ്കേതം. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാന്, പിന്നെ കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖല, തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ഹെൽത്ത് ഡെസ്കുകൾ, അതൊക്കെ KPAന്റെ CRS ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നാടിന്റെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ കായിക മേഖലയ്ക്ക് മറ്റും കൂടുതൽ ഉയർന്നു വരാനുള്ള ഭൗതിക സാഹചര്യം ഉയർത്താൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ നിങ്ങളിപ്പോ അവിടുത്തെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട ഒരാളാണ്. അവിടെ നടന്നിരിക്കുന്ന വികസനത്തിൽ വന്ന പോരായ്മകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തൊക്കെയുള്ളത്? പോരായ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പ്രവർത്തന രംഗത്ത് വീണ്ടും ഞങ്ങൾ ഈ സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രദേശം ഈ വാർഡിനകത്തെ പ്രദേശമാണ് മുക്കിലങ്ങാടി.
മുക്കിലങ്ങാടിയോട് ഇടതുപക്ഷ വാർഡ് മെമ്പർമാർ കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് ആ പ്രദേശത്ത് നല്ല പ്രതിപാദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മേഖലയിൽ മാത്രം വികസനം കൊണ്ടുവരിക എന്നതാണ് മുക്കിലങ്ങാടിയിലെ വികസനം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് 4 ചാത്തമംഗലം പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ 4-5 വാർഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് മുക്കിലങ്ങാടി. ആ മുക്കിലങ്ങാടിയിൽ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സെന്ററിനുള്ള സൗകര്യം കൃത്യമായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മിച്ചഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ ഒരു സാംസ്കാരിക നിലയും അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററുകൾ സ്ഥാപിക്കാൻ വളരെ ഈസിയായി കഴിയുന്ന പ്രവർത്തനം അത് ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല. ഈ നാട്ടിലുള്ള ആളുകൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അവിടുത്തെ ആവശ്യപ്പെടൽ ഭരണസമിതിക്കകത്ത് അവിടുത്തെ ആവശ്യപ്പെടൽ ഒരുപാട് തവണ ഹെൽത്ത് സെന്ററായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ LDF സാരഥി എന്താ പറഞ്ഞത്? LDF സാരഥി എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു പ്രൊജക്ട് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയുണ്ട്. അത് നമ്മൾ KPA, അതായത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ? ഞങ്ങൾ അത് മെഡിക്കൽ രംഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു സാധ്യത പഠനം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പഠനം നടത്തിയിട്ടുണ്ട്. ഒരു ഹെൽത്ത് സെന്റർ എനിക്ക് തോന്നുന്നത് മുക്കില് 7-ാം വാർഡും 8-ാം വാർഡും 9-ാം വാർഡും ചാത്തമംഗലത്തിന്റെ പല പ്രദേശങ്ങളും മേഖലയും കൂടെ കടന്നു വരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഏകദേശം ഒരു 10,000-1500 ആളുകൾ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ സംഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മുക്കിൽ. അവിടെ ഒരു 1,500ഓളം കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സെന്ററാണ്. അത് അവിടെ നിർബന്ധമായിട്ട് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഇരിപ്പിടം, ബസ് സ്റ്റോപ്പ് പോലും ഇത്രയും കാലമായിട്ട് നമ്മളെ പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവില്ല ചെറിയ ബസ് സ്റ്റോപ്പ്, അവിടെ വരുന്ന അല്ലെങ്കിൽ RSC മെഡിക്കൽ കോളേജ് റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് കയറാൻ വരുന്ന യുവതി യുവാക്കൾക്കാണെങ്കിലും മറ്റുള്ള യാത്രക്കാർക്ക് ഇരിക്കാൻ പോലും ഒരു ഇരിപ്പിടത്തിന് പോലും സൗകര്യം. നിങ്ങൾ ഒരുപാട് നാള് നിങ്ങൾ പറഞ്ഞു വരുന്ന നിർത്തുകയല്ല, പിന്നെ ഒരുപാട് എത്ര 2 തവണയാണോ നിങ്ങൾ 2 തവണ ജനപ്രതിനിധി ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു മെക്കാനിസം നിങ്ങൾക്കറിയാം. ഒരു വാർഡ് മെമ്പർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഗ്രാമസഭ കൂടുന്ന സമയത്ത് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡവും, പിന്നീട് ഗ്രാമസഭയിൽ നിന്ന് പ്രയോറിറ്റി വൈസിലേക്ക് ആളുകൾ മാറുന്നതും, പിന്നീട് അതിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ ഒക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അപ്പൊ നമ്മളിപ്പോ ഗ്രാമസഭ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കോഴി വളർത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാമസഭയ്ക്ക് നമുക്കറിയാം ആകെ നമുക്ക് 25 പേർക്ക് കൊടുക്കാനുള്ള കോഴീന്റെ യൂണിറ്റ് മൊത്തം ഒരു വാർഡിലേക്ക് 25 ഗുണഭോക്താക്കളെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഫണ്ടാണെങ്കിൽ അതിനനുസരിച്ച്. ഇനിയിപ്പോ കഴിഞ്ഞ തവണ നമ്മൾ പഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 10-60 ഗുണഭോക്താക്കൾക്ക് കൊടുക്കായിരുന്നു. ഒരു വാർഡിൽ 60 ഗുണഭോക്താക്കൾ. 18 വാർഡ് കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് 60 ഗുണഭോക്താക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ഈ കോഴി വളർത്ത് എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അതിനകത്തേക്ക് 100ഓളം അപേക്ഷകർ വരും. ഒരു വാർഡിൽ നിന്ന് തന്നെ 100ഓളം അപേക്ഷകർ ഗ്രാമസഭയ്ക്കകത്ത് വരും. ഗ്രാമസഭയ്ക്കകത്ത് വന്നിട്ട് അതിന്റെ മാനദണ്ഡങ്ങളുണ്ട്. ഓരോ പ്രൊജക്ടിന് നേരെ എത്ര മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിന്റെ പ്രയോറിറ്റി അനുസരിച്ച് 100 മാർക്കാണ്. ആ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. വിധവകൾക്ക് ഇത്ര മാർക്ക്, SC വിഭാഗത്തിന് ഇത്ര മാർക്ക്, പിന്നെ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്ര മാർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുക്കുക. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ഗുണഭോക്താക്കൾ ഇതിന്റെ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമസഭയ്ക്ക് ജനകീയാസൂത്രണ ഫോമുകൾ പൂരിപ്പിച്ചു തന്നതിന് ശേഷം ഗുണഭോക്താക്കൾ അതിന്റെ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെയുള്ള രേഖ നമുക്ക് തന്നതിന് ശേഷം നമ്മളതിന്റെ വാർഡ് വികസന സമിതി എന്ന സംവിധാനത്തിൽ കൂടെ വാർഡ് വികസന സമിതി ചേർന്ന് മാർക്ക് തയ്യാറാക്കി അത് വീണ്ടും ഗ്രാമസഭ വിളിച്ചു ചേർത്ത് മാനദണ്ഡം അടുത്ത ഗ്രാമസഭയിലാണ് ഈ ഗുണഭോക്താക്കളെ ലിസ്റ്റ് അംഗീകരിക്കപ്പെടുന്നത്. കൂടുതലും രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഇത്രയും സുതാര്യമായ ഒരു സംഗതി ഉണ്ടായിരിക്കുക. പിന്നീട് എങ്ങനെയാണ് ആ വാർഡ് മെമ്പർ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് ഇത് വീതം വെച്ച് കൊടുത്തു എന്നുള്ള ആരോപണം വരുന്നത് എങ്ങനെയാണ്? അത് പാർട്ടിക്കാർക്ക് വീതം വെച്ച് കൊടുത്തു എന്നതല്ല, നമ്മൾക്ക് ഈ മാർക്കിന്റെ നമ്മളിപ്പോ ഒരു ഗുണഭോക്താവ്, ഒരു വോട്ടർ ഗ്രാമസഭയ്ക്ക് വന്നിട്ട് ഒരു ആനുകൂല്യത്തിന് അർഹതപ്പെട്ട കുടുംബമാണെങ്കിൽ ആ കുടുംബം അർഹതപ്പെട്ട ഒരു അപേക്ഷ ഫോറം പൂരിപ്പിച്ചു കൊടുത്തതിനു ശേഷം അതിന്റെ ഫോളോ അപ്പ് എന്താന്നുള്ളത് ആ വോട്ടർ അറിയുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഞാൻ ഗ്രാമസഭയ്ക്കകത്ത് ഒരു ഗുണഭോക്താവായി ഒരു ആനുകൂല്യം കിട്ടേണ്ട അർഹതപ്പെട്ട ഗുണഭോക്താവുന്നത് എന്നത് ഒരു ഗുണഭോക്താവ് അറിയുന്നില്ല, കൃത്യമായിട്ട് അറിയുന്നില്ല. അവർ കാരണക്കാരൻ ജനപ്രതിനിധികളാണ്. നമ്മൾ കൃത്യമായി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ വ്യക്തിക്കും രാഷ്ട്രീയ ഭേദമന്യേ വികസനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു
വിവരം അവർക്ക് വിവരം നൽകും. അവർക്ക് നൽകും. ഓരോ വോട്ടർക്കും നമുക്കിപ്പോ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടല്ലോ, നവമാധ്യമങ്ങളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നവമാധ്യമങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അവിടെ വിജയിക്കുന്ന പാർട്ടി നടപ്പാക്കുന്ന വികസനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അതിൽ വരുന്ന പോരായ്മകൾ നികത്താൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് മാത്രല്ല, പരാജയപ്പെടൂല എന്ന് 100% ഞാൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ജനപ്രതിനിധി. ഞാനത് വീണ്ടും ആവശ്യപ്പെടാൻ അല്ല, ഞാൻ പറയാൻ ഒരു ജനസേവകനെ പറയട്ടെ, ഒരു ജനസേവകനെ സംബന്ധിച്ച് വിജയം പരാജയങ്ങൾക്കപ്പുറം സേവനം തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും ചോദിക്കാൻ കാരണം അതാണ്. ഞാൻ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേരള പ്രവാസി അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിന് CRS ഫണ്ട് എന്ന സംവിധാനം, ഞാനത് ഒന്നുകൂടി പറയട്ടെ. നിങ്ങളുടെ KPയുടെ CRS ഫണ്ടിനേക്കാൾ അപ്പുറം ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു മെമ്പറായി മത്സരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അവിടെ വിജയിച്ച് അഥവാ പരാജയപ്പെടാൻ വേണ്ടി ഞാൻ പറയില്ല, ഇൻ കേസ് പരാജയപ്പെട്ടാൽ വിജയിച്ച് വരുന്ന വാർഡ് മെമ്പർ നടപ്പാക്കുന്ന വികസനത്തിൽ വരുന്ന പോരായ്മകള് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി 5 വർഷം നിലകൊള്ളുമോ ഞാൻ ചോദിച്ചത്. തീർച്ചയായും ഉണ്ടാവും. കാരണം നമ്മൾക്കറിയാം, നമ്മൾക്ക് ജനങ്ങള് ഈ വാർഡ് ഗ്രാമസഭകൾ അപ്പൊ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. പരാജയപ്പെടുക അല്ലെങ്കിൽ ജയിക്കുക എന്നതല്ല, പരാജയപ്പെട്ടാലും ജയിച്ചാലും ഈ പൊതുജനങ്ങളോടൊപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണവും അവർ നേടിയെടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും ആ വാർഡിനകത്ത് തന്നെ പൊതുജനങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇപ്പം മുക്കില് കുതിരാടത്തോട് കാണിക്കുന്ന അവഗണന എന്നത് ഉണ്ട്, പല മേഖലകളിലും ഉയർന്നു വരുന്നുണ്ട്. ആ പ്രശ്നങ്ങളും ഒരു അവഗണനയില്ലാത്ത രീതിയിലേക്ക് തന്നെ നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരെയും പൊതുജനങ്ങൾ, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ഒരാളെ വോട്ട് എന്നതല്ല, ആ പ്രദേശത്തിന്റെ 1546 വോട്ടർമാരാണ് വാർഡിനകത്തുള്ള. ആ 1546 വോട്ടർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ വാർഡിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉണ്ണികൃഷ്ണന് എല്ലാവിധ വിജയാശംസകളും. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.